ഒരു വിഷമം, ഒരു പരീക്ഷണം വരുമ്പോൾ അവിടെയാണ് ക്ഷമ വരേണ്ടത്. പരീക്ഷണം വന്ന് കുറേ ദിവസം കഴിയുമ്പോൾ ക്ഷമ ആർക്കും വരും. അതല്ല ക്ഷമ. നിങ്ങൾക്കൊരു ബാഡ് ന്യൂസ് നാളെ രാവിലെ ചെല്ലുമ്പം പണി പോയിക്കണമെന്നുള്ള ലെറ്ററാണ് കാണുന്നത്. അള്ളാഹു കണക്കാക്കിയ റിസ്കോടെ തീർന്നു എന്നതിന് അർത്ഥമുള്ളൂ. എനിക്കിനി റിസ്ക് ഉണ്ടാവില്ല എന്നൊന്നും അർത്ഥമല്ല. ഇവിടുത്തെ റിസ്ക് തീർന്നു, ഒരു കുഴപ്പമില്ല, എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടൊന്നും അല്ലല്ലോ. ഇനി ആണെങ്കിൽ ആ മിസ്റ്റേക്ക് ഞാൻ ആവർത്തിക്കൂല. എൻ്റെ പണി പോയിട്ടെന്നല്ലേ ഉള്ളൂ. അത് വെച്ച് ഞാൻ പട്ടിണിയായി മരിക്കുന്ന അതിനർത്ഥമില്ലല്ലോ. എന്തേ? അഫിസമാ ഈ റിസ്കൊക്കും ഒരു ഷോക്ക് ന്യൂസ് ഒരു ഷോക്കിംഗ് ന്യൂസ് വരുമ്പോഴേ ആ സമയത്ത് അതിനെ ഉൾക്കൊള്ളാൻ കഴിയുക. ക്ഷമ എന്ന് പറയുന്നത് ഒരു പ്രശ്നം സംഭവിക്കുന്ന ആദ്യത്തിലാണ്. അവിടെ ക്ഷമിക്കാൻ പറ്റണം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കണ്ണിന്ന് കണ്ണീരൊക്കെ വരും, ഉറങ്ങാൻ കഴിയില്ല, ഒരു പക്ഷേ 4-5 ദിവസത്തേക്ക് ഭക്ഷണം കഴിച്ചില്ല എന്ന് വരും, സങ്കടപ്പെട്ടെന്ന് വരും. പക്ഷേ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തതൊന്നും, എന്തേ പടച്ചോനെ എൻ്റെ കുട്ടിനെ കൊണ്ടേത്, ആകെ ഒരു കുഞ്ഞുണ്ടാവാൻ എത്രയോ പ്രാർത്ഥിച്ച് എത്രയോ